എൻ്റെ പേര് ഡോക്ടർ നിജോ വർഗീസ്. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജ് ഓട്ടോണമസ് കോളേജിലെ ഭൗതികശാസ്ത്ര വിഭാഗം അധ്യാപകനാണ്. ഈ വർക്ക്ഷോപ്പിന്റെ ഭാഗമായിട്ടാണ് ചിങ്ങവനത്ത് എത്തിച്ചേർന്നത്. ടെലസ്കോപ്പ് നിർമ്മാണ വർക്ക്ഷോപ്പ് അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. സാറ് പറഞ്ഞു സാറിനുള്ള ഒരു സീറ്റ് എന്തായാലും ഇവിടെ റിസർവ് ആണ്, ഇപ്പോൾ വന്നാലും സ്വാഗതം എന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇന്നലെ ക്ലാസ്സിൽ കൊണ്ട് വരാൻ പറ്റിയില്ല, പക്ഷേ ഇന്ന് രാവിലെ തന്നെ ജോയിൻ ചെയ്തു. ഇപ്പോൾ രാവിലെ തൊട്ട് സാർ 2-3 തവണ എന്നെ വിളിച്ചന്വേഷിക്കുന്നുണ്ടായിരുന്നു എവിടെ എത്തി എന്നുള്ളത്. അപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ സാർ ലൊക്കേഷനും കാര്യങ്ങൾ അയച്ചുകൊണ്ട് ഇവിടെ എത്തി. വന്നപ്പോൾ തന്നെ വർക്ക്ഷോപ്പ് തുടങ്ങിയായിരുന്നു. സാറിൻ്റെ കൂടെ രവീന്ദ്രൻ സാർ കൂടെ ഉണ്ടായിരുന്നു. വളരെ ക്ഷമയോടുകൂടി കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ കൂടെ വർക്ക്ഷോപ്പിൽ കൃത്യമായിട്ട് വരച്ച് കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് മാത്രമായിട്ട് കാര്യങ്ങളൊന്നും കൂടെ പറഞ്ഞു തരികയാണ് ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് ഇന്നലത്തെ ക്ലാസ്സിൻ്റെ റിവ്യൂ കഴിഞ്ഞതിന് ശേഷം സെഷനിലേക്ക് കടന്നു. ഓരോ കാര്യങ്ങളും വളരെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ബിനോയ് സാറും ടീമും ഇതിനോടകം തന്നെ 10-20 ടെലസ്കോപ്പുകളും മിനിമം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണയും ചെയ്തപ്പോൾ ആവേശം ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആവേശത്തില് ആ ഒരു എനർജി ത്രൂ ഔട്ട് ഒരു ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ടയർഡായെങ്കിലും പക്ഷെ ഈ ടീമിന്റെ എനർജി എന്റെ ക്ഷീണത്തെ മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. ഓരോ സ്റ്റെപ്പും വളരെ കൃത്യമായിട്ട് പറഞ്ഞു വന്ന് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു വന്നു. വളരെ വലിയൊരു അനുഭവമായിരുന്നു ഒരു വർക്ക്ഷോപ്പ് എങ്ങനെ നടത്തണം എന്നുള്ളതും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളും. അതുപോലെ തന്നെ ഇവിടെ ഈ സെന്ററിലുള്ള അസ്ട്രോണമി മനസ്സിലാക്കാൻ സഹായിക്കുന്ന കുറേ ഡെമോൺസ്ട്രേഷൻസ് കണ്ടായിരുന്നു. വളരെ സന്തോഷം തോന്നി. സാധാരണ ഒരു സയൻസ് ലാബിലോ മറ്റോ കാണുന്ന സാധാരണക്കാർക്ക് പോലും ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന, സാധാരണ കുട്ടികൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന് പകരമാണ് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ കാണുന്നത്. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഐഡിയകൾ ഞാൻ മിക്കവാറും കാര്യങ്ങളിലേക്ക് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. തീർച്ചയായിട്ടും സംശയങ്ങൾ ചോദിക്കാം. പിന്നെ അടുത്ത ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഇവിടുത്തെ ഒരു കുടുംബം പോലെയാണ് ഈ ഒരു വർക്ക്ഷോപ്പ് നടന്നത്. സാധാരണ ഒരു അക്കാദമിക് ആക്ടിവിറ്റി നടക്കുന്നത് പോലെ ആരെങ്കിലും ഒരു ക്ലാസ് എടുക്കുന്നു, കുറച്ച് പേര് നോട്ട് ചെയ്യുന്നു, ഡൗട്ട് ചോദിക്കുന്നു, ക്ലിയർ ചെയ്ത് പോകുന്നതിനേക്കാൾ അപ്പുറം ഇവിടെയുള്ള ഈ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ ഒരു കുടുംബം പോലെ ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തായിരുന്നു. അതുപോലെ നമ്മുടെ കൂടെ ശ്രീജേഷും അതുപോലെ ഹരീഷ്ണൻ സാർ ആദ്യം മുതൽ ഒരുമിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ ഡ്രിൽ ചെയ്യാനും രവീന്ദ്രൻ സാറ് ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ഒരുമിച്ച് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത്. അതെല്ലാം തീർച്ചയായിട്ടും വലിയ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ടെലസ്കോപ്പ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി അതെങ്ങനെ എന്താ പറയുക, ഒരു കുടുംബം പോലെ ആസ്വദിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു കാര്യം കൂടെ പുതിയ കാര്യമായിട്ട് ഞാനിവിടെ പഠിച്ചു. ടെലസ്കോപ്പ് മാത്രമല്ല ഞാനിവിടെ പഠിച്ചിട്ട് പോകുന്നത്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ. തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ഇനി കൂടുതൽ സംശയങ്ങൾ വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഒന്ന് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു